തന്റെ ഇണയോട് ഏറ്റവും മര്യാദയുള്ളവരായി ഏറ്റവും മാന്യമായി സംസാരിക്കണമെന്നത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു കൽപ്പനയാണ്. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെ, നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന, നിങ്ങളുടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ ഭാര്യയായി, നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളുടെ സഹധർമ്മിണിയായി നിങ്ങളുടെ കൂടെയുള്ള നിന്റെ ഇണയോട്, നിങ്ങളുടെ ഇണകളോട് ഏറ്റവും മാന്യമായ സംസാരം നടത്തണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു നല്ല ഭർത്താവ് എന്ന നിലയ്ക്ക് മാതൃകയാണ്, ഒരു ഉപ്പ എന്ന നിലയ്ക്ക് മാതൃകയാണ്, ഒരു വല്ലിപ്പ എന്ന നിലയ്ക്ക് മാതൃകയാണ്. അല്ലേ? എല്ലാ നിലക്കും നിങ്ങൾക്ക് പരിശോധിക്കാം. അടുക്കളയിൽ തന്റെ ഭാര്യയുടെ കൂടെ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. 4-ാം അധ്യായം സൂറത്ത് അൻ-നിസാഇൽ അല്ലാഹു തആല കൃത്യമായി ബോധ്യപ്പെടുത്തി, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. എന്താ അതിന്റെ അർത്ഥം? അവരോട് മര്യാദയുള്ള സംസാരം നടത്തണം, മാന്യമായ പെരുമാറ്റം നടത്തണം. കാരണം സ്ത്രീ എന്നത്, പ്രിയപ്പെട്ടവരെ കൃത്യമായി മനസ്സിലാക്കുക, അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കേണ്ടതില്ല. സ്ത്രീക്ക് ചില ന്യൂനതകൾ വരാം, സംസാരത്തിൽ വരാം, പുരുഷനും വരാം. അതിനേക്കാൾ കൂടുതൽ സ്ത്രീക്ക് വരാം. ഒരു വളഞ്ഞ വാരിയല്ല് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ് എന്ന് പറയുമ്പോ ആ പ്രയോഗത്തിന്റെ വ്യാഖ്യാനങ്ങളുടെ കടന്നുപോയാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും പുരുഷന് വരുന്നതിനേക്കാൾ വളവുകൾ സ്ത്രീക്ക് വരും. അതുകൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കി, അവരെ കണ്ടറിഞ്ഞ് അവരോട് പെരുമാറാൻ ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഒരു പുരുഷന് കഴിയേണ്ടതുണ്ട്.